തുളു, കന്നഡ, മലയാള ഭാഷാ സംസ്കാരങ്ങളുടെ സംഗമഭൂമി. ഇവിടെയാണ് ചിരപുരാതനമായ പെർണ ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം. കേരളത്തിൽ ഏറ്റവും ഉത്തരഭാഗത്ത് നിലകൊള്ളുന്ന മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രവും ഇതുതന്നെ. കുമ്പള ബദിയടുക്ക റൂട്ടിൽ സൂറമ്പായിൽ ബസ്സിറങ്ങി അല്പം കിഴക്കോട്ട് നടന്നാൽ മുച്ചിലോട്ട് ക്ഷേത്ര തിരുമുറ്റമായി. ഏകദേശം 15-ാം നൂറ്റാണ്ടിലാണ് ക്ഷേത്രം സ്ഥാപിതമായതെന്ന് ഐതിഹ്യം. വിജനമായ കാട്ടുപ്രദേശമായിരുന്നു സൂറമ്പൈ. കാട്ടുമൃഗങ്ങൾ സ്വച്ഛന്തം വിഹരിക്കുന്ന ഈ പ്രദേശത്ത് ജനവാസം തീരെ കുറവായിരുന്നു. പണ്ടുകാലത്ത് ഒരുനാൾ ഈ ദേശത്ത് ചില അസാധാരണമായ കാഴ്ചകൾ കണ്ട് ജനങ്ങൾ അമ്പരന്നു. ഒരു പശുവും പുലിയും തൊട്ടടുത്തു തന്നെ. ആത്മവൈരികളായ കീരിയും പാമ്പും രമ്യമായി സ്വച്ഛന്തം വിഹരിക്കുന്നു. അസാധാരണമായ ഈ കാഴ്ചയുടെ വിഭ്രാന്തിയിൽ പകച്ചുപോയ സാധാരണ ജനങ്ങൾ പ്രശ്നചിന്തനം തേടുകയും അതിൽ അന്നപൂർണേശ്വരിയായ മുച്ചിലോട്ടമ്മയുടെ സാന്നിധ്യം ഇവിടെ കാണുകയും ചെയ്തു. ഇവിടുത്തെ സമൂഹ വിവാഹം ഏറെ പ്രസിദ്ധമാണ്. മുച്ചിലോട്ട് ക്ഷേത്ര പരിസരത്ത് പ്രത്യേകം സജ്ജമാക്കിയ പന്തലിൽ എല്ലാ വർഷവും വേളിപ്പന്തലൊരുങ്ങുന്നു. ക്ഷേത്രപരിധിയിലെ വാണിയ സമുദായക്കാരുടെ വിവാഹം ക്ഷേത്ര സന്നിധിയിൽ വച്ചാകണമെന്നാണ് സങ്കല്പിച്ചു വരുന്നത്. ഈ സങ്കല്പത്തിന്റെ സാർത്ഥകത്തിന് ഉദയാസ്തമന നാളിന്റെ പിറ്റേന്നും പൂരം കൊളിയുടെ തൊട്ടടുത്ത ദിവസവുമാണ് ഇവിടെ കതിർമണ്ഡപം ഒരുങ്ങുന്നത്. ചന്ദ്രഗിരി പുഴയുടെ വടക്ക് സ്ഥിതി ചെയ്യുന്ന കുമ്പള, ബദിയടുക്ക, മംഗലാപുരം, സുള്ള്യ, മഞ്ചേശ്വരം, മധൂർ എന്നിവിടങ്ങളിലെ സമുദായാംഗങ്ങൾ വിവാഹം അന്നപൂർണേശ്വരിയായ ദേവിയുടെ മുന്നിൽ വെച്ച് നടത്തണമെന്ന വിശ്വാസത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കുന്നതും വിളമ്പുന്നതും നാട്ടുകൂട്ടമാണ്. ശ്രീകോവിലിന് മുൻവശമുള്ള പടിപ്പുര പുല്ലുമേഞ്ഞതാണ്. ഉത്സവകാലങ്ങളിൽ കൂറ്റൻ മേലേരിയാണ് തിരുമുറ്റത്തൊരുക്കുന്നത്. ഇന്നുവരെ അഗ്നിയിൽ നിന്നും പടിപ്പുരയ്ക്ക് ഒന്നും സംഭവിച്ചിട്ടില്ലെന്നാണ് പഴമക്കാർ പറയുന്നത്. 2004 ഇവിടെ പെരുങ്കളിയാട്ടം നടന്നത്. കുമ്പളയിലെ പ്രസിദ്ധമായ അനന്തപത്മനാഭസ്വാമി ക്ഷേത്രവുമായി മുച്ചിലോടിനുള്ള ആത്മീയ ബന്ധം ഏറെയാണ്.